നമസ്കാരം, ഈസി ലേണിൻ്റെ ലൈവ് റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഓട്ടോമൊബൈൽ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ബാറ്ററി എങ്ങനെ ചാർജ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസാണ്. അതിൽ പ്രധാനമായും ഡയനാമോ, DC ഡയനാമോ, അൾട്ടർനേറ്റർ, ഈ രണ്ട് കാര്യങ്ങളാണ്. രണ്ട് കാര്യങ്ങളും ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. ഡയനാമോയുടെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി അടുത്ത ക്ലാസ്സുകളിൽ പറയാമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഈ ചാനൽ നിങ്ങൾ നിലവിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ഐക്കൺ ഒന്ന് അമർത്തുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഏറ്റവും എളുപ്പം നിങ്ങളിലേക്ക് എത്താൻ അത് സഹായിക്കുന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓട്ടോമൊബൈൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ബാറ്ററി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. ആ ബാറ്ററിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണുക. കാരണം ബാറ്ററിയുടെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാൾക്ക് മാത്രമേ ബാറ്ററി എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറഞ്ഞാൽ കുറേ കൂടി ക്ലിയർ ആവുള്ളൂ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ വീഡിയോ കാണുക. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ബാറ്ററി എങ്ങനെ ചാർജ് ചെയ്യുന്നു, ചാർജിങ് സിസ്റ്റത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ ഇവിടെ ഈ ചാർജിങ് സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഡയനാമോ അല്ലെങ്കിൽ അൾട്ടർനേറ്റർ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. എന്താണ് ഡയനാമോ അല്ലെങ്കിൽ അൾട്ടർനേറ്റർ എന്ന് ചോദിച്ചാൽ, ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തിനകത്ത് കാണാം DC ജനറേറ്റർ. പഴയ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ DC ജനറേറ്ററാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോഴത്തെ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ അൾട്ടർനേറ്ററാണ് ഉപയോഗിക്കുന്നത്. ഇത് രണ്ടുമാണ് യഥാർത്ഥത്തിൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്ന വാഹനത്തിൽ. കാരണം വാഹനം നമുക്കറിയാം, ഓൾറെഡി നമ്മൾ എൻജിൻ ഉപയോഗിച്ച് മെക്കാനിക്കൽ എനർജി നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ മെക്കാനിക്കൽ എനർജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒന്നുകിൽ ഒരു അൾട്ടർനേറ്റർ വേണം, അല്ലെങ്കിൽ ഒരു DC ജനറേറ്റർ വേണം. പഴയകാല വാഹനങ്ങളിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, പഴയകാല വാഹനങ്ങളിൽ DC ജനറേറ്ററാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പോഴത്തെ വാഹനങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അൾട്ടർനേറ്ററാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ 1-2 ക്ലാസ്സുകൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അൾട്ടർനേറ്റർ അല്ലെങ്കിൽ ജനറേറ്റർ എന്ന് പറയുന്ന കാര്യം വാഹനത്തിൽ ഘടിപ്പിക്കുന്നത് എൻജിനുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് ഒരു ബെൽറ്റ് വഴിയാണ് അതിനെ വർക്ക് ചെയ്യിക്കുന്നത്. അങ്ങനെ എൻജിൻ്റെ മെക്കാനിക്കൽ പവർ ഉപയോഗിച്ച് ഇലക്ട്രിക്കൽ പവർ ഉണ്ടാക്കി ആ ഇലക്ട്രിക്കൽ എനർജി ബാറ്ററിക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ബാറ്ററി ഒരു പക്ഷേ കൂടുതൽ ദൂരം വാഹനം ഓടുന്ന സമയത്ത് ബാറ്ററി റൺ ഡൗൺ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം വീണ്ടും ചാർജ് ചെയ്യേണ്ട സാധനമാണ്. അപ്പോൾ അങ്ങനെ ചാർജ് ചെയ്യാൻ വേണ്ടി ഓട്ടോമാറ്റിക്കലി വാഹനത്തിൻ്റെ മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ച്, എൻജിൻ്റെ മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്നുകിൽ ഈ ജനറേറ്റർ അല്ലെങ്കിൽ അൾട്ടർനേറ്റർ എന്ന് പറയുന്ന കാര്യം ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അതങ്ങനെ വർക്ക് ചെയ്യുന്നു, അതെവിടെ കണക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ്. ഈ ചിത്രത്തിൽ തന്നെ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ബാറ്ററി എന്ന് പറയുന്ന കാര്യം ഇവിടെയാണ്. ജനറേറ്റർ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് ബാറ്ററിക്ക് കൊടുക്കുന്നു. ഓക്കെ, ജനറേറ്റർ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് ബാറ്ററിക്ക് കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഇനി അൾട്ടർനേറ്റർ ആണെങ്കിലും അൾട്ടർനേറ്റർ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് ബാറ്ററിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എത്ര കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അമ്മീറ്റർ ഉണ്ട്. അത് സാധാരണഗതിയിൽ ഡാഷ്ബോർഡിലാണ് ഉണ്ടാവുക. എത്ര കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക, വാർണിംഗ് ലൈറ്റ് നമുക്കവിടെ കാണാൻ പറ്റും ഡാഷ്ബോർഡിലൊക്കെ. അത് ഡ്രൈവർക്ക് മനസ്സിലാക്കാം എത്രയാണ് ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് എന്നുള്ളത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് ചാർജിങ് സിസ്റ്റത്തിന് വേണ്ടത് എന്നുള്ളതാണ്. ഒരു ചാർജിങ് സിസ്റ്റം എങ്ങനെയായിരിക്കണം, എന്തൊക്കെ ആവശ്യതകൾ ഒരു ചാർജിങ് സിസ്റ്റത്തിന് ഉണ്ടാവണം എന്നുള്ളതാണ്. ഒന്നാമത്തത്, ടു സപ്ലൈ ദി കറണ്ട് ഡിമാൻഡ് ഫോർ ഓൾ ദി ലോഡ്സ്. എല്ലാ ലോഡിനും പര്യാപ്തമായ രീതിയിലുള്ള കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ ആർക്ക് കഴിയണം? ജനറേറ്ററിന് അല്ലെങ്കിൽ അൾട്ടർനേറ്ററിന് സാധിക്കണം. എന്ന് പറഞ്ഞാൽ വാഹനം പല സ്പീഡിലായിരിക്കും പോകുന്നുണ്ടാവുക. ആ സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് സ്ലോ സ്പീഡിലാണെങ്കിൽ ഹൈ സ്പീഡിലാണെങ്കിലും ഒക്കെ ഒരേ തരത്തിലുള്ള കറണ്ടോ വോൾട്ടേജോ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റണം. അതോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ വിവിധ ആവശ്യങ്ങൾക്കുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് വാഹനത്തിലെ ഇലക്ട്രിസിറ്റി ആവശ്യമായ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായും സ്റ്റാർട്ടിംഗ് മോട്ടറാണ്. സ്റ്റാർട്ടിംഗ് മോട്ടറിന് കറണ്ട് കൊടുക്കണം. അതേപോലെ തന്നെ ലൈറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യണം. ഇലക്ട്രിക്കൽ ആക്സസറീസ് ആയിട്ടുള്ള വിൻഡ് സ്ക്രീൻ, വൈപ്പർ, അതുപോലെ തന്നെ എന്താണ്, അങ്ങനെ ഇലക്ട്രിക്കൽ ആക്സസറീസ് വേണ്ട എല്ലാ സാധനങ്ങളെയും വർക്ക് ചെയ്യിക്കണമെങ്കിൽ അതിന് പര്യാപ്തമായ രീതിയിലുള്ള കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ അതിന് സാധിക്കണം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ടു സപ്ലൈ കറണ്ട് റിക്വയർഡ് ഫോർ ചാർജിങ് ദി ബാറ്ററി അണ്ടർ ഓൾ കണ്ടീഷൻ. എല്ലാ കണ്ടീഷനിലും ഒരേ തരത്തിലുള്ള ബാറ്ററി സപ്ലൈ കൊടുക്കാനുള്ളൊരു കാര്യം കൂടി ഉണ്ടാവണം. ടു സപ്ലൈ ദി കറണ്ട് റിക്വയർഡ് ഫോർ ഓൾ ചാർജിങ് ദി ബാറ്ററി അണ്ടർ ഓൾ കണ്ടീഷൻ. എല്ലാ കണ്ടീഷനിലും ബാറ്ററി ചാർജ് ചെയ്യാൻ പര്യാപ്തമായ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ സ്പീഡ് കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും ഒക്കെ ബാറ്ററിക്ക് ചാർജ് ചെയ്യാൻ പര്യാപ്തമായ കറണ്ട് കൊടുക്കണം. ഓക്കെ, ഇനി മൂന്നാമത്, ടു സപ്ലൈ
കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് അണ്ടർ ഓൾ കണ്ടീഷൻ. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ കണ്ടീഷനിലും ഒരേ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയണം. കാരണം ബാറ്ററിക്ക് നമുക്കറിയാം, ബാറ്ററിക്ക് 12 വോൾട്ടാണ് കൊടുക്കേണ്ടത്. 12 വോൾട്ടേജാണ് ബാറ്ററിയിലുള്ളത്. അപ്പോൾ ഒരു നിശ്ചിത വോൾട്ടേജ്, നിശ്ചിത കറണ്ട് തന്നെ എല്ലാ സമയത്തും കൊടുത്തെങ്കിൽ മാത്രമേ ചാർജിങ് കൃത്യമായി നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ചില സമയത്ത് നമുക്കറിയാമല്ലോ, സ്ലോ സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് ചാർജിങ് കുറവാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഒരു നല്ല ചാർജിങ് സിസ്റ്റത്തിന്. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് പറയുന്നത് ഷുഡ് ഇൻക്ലൂഡ് എ പ്രൊവിഷൻ ടു ഇൻഡിക്കേറ്റ് പ്രോപ്പർ വർക്കിംഗ്. മാത്രമല്ല ഇത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഡ്രൈവർക്ക് മനസ്സിലാവണമല്ലോ. ഇപ്പോൾ ഡ്രൈവർ ഡാഷ്ബോർഡിൽ ഇരുന്നിട്ട് ഈ പറയുന്ന കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ആ ഡ്രൈവർക്ക് നോക്കിയാൽ മനസ്സിലാവണം. ഓക്കെ, ഞാൻ അടുത്തത് ഷുഡ് ഇൻക്ലൂഡ് എ പ്രൊവിഷൻ ടു ഇൻഡിക്കേറ്റ് പ്രോപ്പർ വർക്കിംഗ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് നടക്കുന്നുണ്ട്, അതായത് ചാർജിങ് നടക്കുന്നുണ്ടെന്ന് ഡ്രൈവർക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതിനടുത്ത് ഷുഡ് ഹാവ് ഹയസ്റ്റ് പവർ ടു വെയിറ്റ് റേഷ്യോ. ഇതിൻ്റെ ഒരു വെയിറ്റ്, അതായത് ഇപ്പം ജനറേറ്റർ ആയാലും ആൾട്ടർനേറ്റർ ആയാലും താരതമ്യേന വെയിറ്റ് കുറഞ്ഞ ഒരു ഘടകമായിരിക്കണം. എന്നിട്ട് അതിൽ നിന്ന് മാക്സിമം ചാർജ് അല്ലെങ്കിൽ മാക്സിമം ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കണം. അതുവഴി വാഹനത്തിൻ്റെ ടോട്ടൽ വെയിറ്റ് കുറയ്ക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഹയർ ടു പവർ ടു വെയിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. പവറിനെ കമ്പയർ ചെയ്തിട്ട് വെയിറ്റ് വളരെ കുറവായിരിക്കണം. അതായത് കൂടുതൽ പവർ കുറഞ്ഞ വെയിറ്റിൽ ഉള്ള സാധനത്തിന് ഉണ്ടാക്കാൻ പറ്റണം എന്നർത്ഥം. അതിനടുത്ത് ഇറ്റ് ഷുഡ് റിലയബിൾ ആൻഡ് ക്വൈറ്റ്. ഇത് വളരെ സ്റ്റേബിൾ ആയിരിക്കണം. അത് വളരെ എന്താ പറയുക, കൃത്യമായിട്ട് വർക്ക് ചെയ്യണം. ഇടയ്ക്കും തലയ്ക്കൊക്കെ അങ്ങ് ബ്ലോക്കായി പോകുന്നൊരു സാധനമായത് വിശ്വസനീയമായിരിക്കണം. അതേപോലെ തന്നെ അത് റൺ ചെയ്യുമ്പോൾ വലിയ ശബ്ദമോ ബഹളമോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. സ്മൂത്തായിട്ട് അത് വർക്ക് ചെയ്യും വേണം. ദെൻ ഷുഡ് റിക്വയർ ലീസ്റ്റ് മെയിൻ്റനൻസ്. അത് അധികം മെയിൻ്റനൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഉണ്ടാക്കാത്ത ഒരു സാധനമായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇതങ്ങ് കേടായി പോകുന്നൊരു രീതിയിലാവരുത് ഈ ചാർജിങ് സിസ്റ്റം എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇത്രയും റിക്വയർമെൻറ്റ്സ് ആണ് ഒരു ഡൈനാമോ അല്ലെങ്കിൽ ആൾട്ടർനേറ്റർ അല്ലെങ്കിൽ ചാർജിങ് സിസ്റ്റത്തിന് വേണ്ടത്. അപ്പോൾ ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഈ പറയുന്ന റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ചാർജിങ് സിസ്റ്റമാണ് നമുക്ക് വേണ്ടത് എന്നാണ് അതിനർത്ഥം. ഓക്കെ, ഇനി എന്താണ് ഇവിടെ നടക്കുന്നത്, ഡൈനാമോ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നടക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ ആ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ ചിലപ്പം സൈക്കിൾ, ഇത് എനിക്ക് തോന്നുന്നു ഈ ന്യൂ ജനറേഷൻ ആളുകളൊന്നും അത്തരത്തിലുള്ള സൈക്കിളുകൾ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. പഴയ ഹീറോൻ്റെയൊക്കെ ഒരു വണ്ടി എന്നൊക്കെ നമ്മൾ പറയും, ആ ഒരു സൈക്കിളിൽ ഇതേപോലെ ഒരു ഡൈനാമോ ഉണ്ടായിരുന്നു. അത് എത്ര പേര്, നിങ്ങൾ ഈ ന്യൂ ജനറേഷൻ പിള്ളേർ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞങ്ങളെയൊക്കെ ചെറുപ്പകാലത്ത് ഇത് വളരെ പോപ്പുലറായിട്ടുള്ള ഒരു സാധനമായിരുന്നു. അത് ഈ ഡൈനാമോ ഏതാണ്ട് ഈ നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു കുപ്പിയുടെ അടപ്പ് പോലെ തോന്നിക്കുന്ന ഒരു സാധനം. ഇതൊരു സിമ്പിൾ ഡൈനാമോയാണ്. സൈക്കിളിൻ്റെ ടയറിനോട് ചേർന്ന് ഒരയുന്ന രീതിയിലാണ് അല്ലെങ്കിൽ കറങ്ങുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു, നിങ്ങളതിൻ്റെ ഒരു ടോപ്പ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ ടോപ്പ് ആ സൈക്കിളിൻ്റെ ടയറിനോട് ചേർത്ത് വെക്കുന്നു. എന്നിട്ട് സൈക്കിൾ ചവിട്ടുന്ന സമയത്ത് നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കാം. ആവശ്യമുള്ള സമയത്ത് ലൈറ്റ് കിട്ടണം എന്നുള്ള രീതിയിൽ നമുക്ക് എപ്പോഴാണോ ലൈറ്റ് വേണ്ടത് ഇത് ആ സമയത്ത് ഈ കുപ്പിയുടെ ടോപ്പ് പോലത്തെ ഭാഗം അത് എന്ത് ചെയ്യുക, സൈക്കിളിൻ്റെ ടയറിനോട് ചേർത്ത് വയ്ക്കുക. എന്നിട്ട് സൈക്കിൾ ചവിട്ടുന്ന സമയത്ത് സൈക്കിളിൻ്റെ ലൈറ്റ് കത്തും. ഇങ്ങനെ ഒരു സംവിധാനം പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു. ഇതൊരു മിനി ഡൈനാമോ ആണ്. നമുക്ക് ഡൈനാമോയുടെ വർക്കിംഗ് വളരെ എളുപ്പത്തിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു സാധനം പറഞ്ഞത്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കൂ, എന്താണ് ഈ ഡൈനാമോയിലുള്ള അടിസ്ഥാന തത്വം എന്നുള്ളത് നോക്കിയാൽ ഇങ്ങനെയാണ് സംഗതി കിടക്കുന്നത്. അതായത് ഒരു കാന്തിക വലയത്തിൽ നിന്ന് ഒരു കണ്ടക്ടർ നിന്ന് കറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഈ കാന്തിക വലയത്തെ വിച്ഛേദിക്കുന്ന തരത്തിലൊരു കണ്ടക്ടർ അവിടെ വെക്കുമ്പോൾ അവിടെയാണ് എന്തുണ്ടാവുന്നത്, ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, മൈക്കൽ ഫാരഡെ പറഞ്ഞാണ്. മൈക്കൽ ഫാരഡയുടെ എന്താണ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഇതാണ് ഇതിൻ്റെ തത്വം. ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുത കാന്തിക പ്രഭാവം അല്ലെങ്കിൽ വൈദ്യുത കാന്തിക തത്വം എന്നൊക്കെ വേണമെങ്കിൽ മലയാളത്തിൽ നമുക്ക് പറയാം. ഇത് സിംപിളി ഇങ്ങനെയാണ്, ഒരു കാന്തിക വലയത്തിൻ്റെ ആ കാന്തിക ശക്തികളെ ഭേദിക്കുന്ന രീതിയിൽ ഒരു എന്താ പറയുക ചാലകം കറങ്ങുന്നുണ്ടെങ്കിൽ, ചാലകം കറങ്ങുന്നത് കൊണ്ട് രണ്ട് കാര്യങ്ങൾ നടക്കണം. ഒന്നുകിൽ കാന്തിക വലയം തന്നെ കറക്കാം, അല്ലെങ്കിൽ ഈ ചാലകത്തിനെ നമുക്ക് കറക്കാം. എങ്ങനെ കറക്കിയാലും നമ്മളവിടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കാന്തിക, അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഇടയിൽ കാന്തിക വലയങ്ങളുണ്ട്. ഈ കാന്തിക വലയങ്ങളെ ബ്രേക്ക് ചെയ്യാൻ ഈ പറയുന്ന കണ്ടക്ടറിന് സാധിക്കുന്നുണ്ടെങ്കിൽ ആ കണ്ടക്ടറിൽ ഒരു പുതിയ EMF അല്ലെങ്കിൽ പുതിയ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും എന്നതാണ് മൈക്കൽ ഫാരഡയുടെ തത്വം. ഓക്കെ, വെൻ ദി കണ്ടക്ടർ ഈസ് മൂവ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുന്ന സമയത്ത് എ കറണ്ട് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദി കണ്ടക്ടർ, ആ കറണ്ട് ഒരു കണ്ടക്ടറിൽ ഒരു കറണ്ട് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ,
അത് നമ്മൾ ഈ പറയുന്ന എന്താണ് സ്ലിപ്പ് റിങ്ങോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ആ കറങ്ങുന്ന സാധനം ഒന്ന് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വളയമോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംവിധാനം വെച്ചിട്ട് ഒരു കാർബൺ ബ്രഷൊക്കെ വെച്ചിട്ട് അത് നമ്മൾ ഒരു ബൾബുമായിട്ട് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ബൾബ് കത്തും എന്ന് പറഞ്ഞാൽ അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇതാണ് കാര്യം. ദി എമൗണ്ട് ഓഫ് കറണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ദി സ്ട്രെങ്ത് ഓഫ് ദി മാഗ്നറ്റ്. എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു? എമൗണ്ട് ഓഫ് കറണ്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സ്ട്രെങ്ത് ഓഫ് ദി മാഗ്നറ്റ്. എത്ര കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റാണ് അവിടെ നമ്മൾ വെക്കുന്നതെങ്കിൽ കൂടുതൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ദി നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി കണ്ടക്ടർ, അതായത് ഈ കണ്ടക്ടർ എന്ന് പറയുന്ന സാധനം അതൊരു ചുറ്റുകളാണ്. അതായത് ഒരു മെറ്റലിനെ ചുറ്റിയിട്ട് കുറേ ചെമ്പ് കമ്പികൾ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ചെമ്പ് കമ്പികളുടെ ചുറ്റുകളുടെ എണ്ണം അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ സ്പീഡ് ഓഫ് ദി റിലേറ്റീവ് മോഷൻ എന്ന് പറഞ്ഞാൽ എത്ര വേഗതയിലാണോ നമ്മളിത് കറക്കുന്നത് അത്രയും കൂടുതൽ വേഗതയിൽ അല്ലെങ്കിൽ അത്രയും കൂടുതൽ കറണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2-3 കാര്യങ്ങളുണ്ട്. കൂടുതൽ വേഗതയുണ്ടെങ്കിൽ കൂടുതൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും ഒന്ന്. രണ്ടാമത്തത് ഈ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത്തിനനുസരിച്ച് കൂടുതൽ കറണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. നല്ല ശക്തിയുള്ള മാഗ്നറ്റാണ് വെച്ചെങ്കിൽ കുറച്ചും കൂടി നല്ല പവറുള്ള കറണ്ട് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഇനി അതോടൊപ്പം തന്നെ ഇതിൻ്റെ ചുറ്റുകളുടെ എണ്ണം, കൂടുതൽ നമ്പർ ഓഫ് ചുറ്റുകൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കറണ്ടിൻ്റെ അളവും കൂടും. ഓക്കെ, ഇങ്ങനെയാണ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു എന്താ പറയുക, ആൾട്ടർനേറ്റർ അല്ലെങ്കിൽ ഡയനാമോ എന്ന് പറയുന്ന ഒരു കാര്യം കറങ്ങുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ പുതിയ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ രീതിയിലാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് DC ഡയനാമോ അല്ലെങ്കിൽ DC ജനറേറ്റർ എന്ന് പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇതിൻ്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഏതാണ്ട് DC ഡയനാമോയുടെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക അതിൻ്റെ ഉൾഭാഗത്ത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഇതിൻ്റെ നടുവിലുള്ള ഈ ഒരു ഭാഗം, ഇതിന് നമ്മൾ പറയുന്ന പേര് ആർമേച്ചർ എന്നാണ്. ആർമേച്ചർ. ഓക്കെ, ഇതിൻ്റെ നടുവിലുള്ള ഈ ഒരു ഭാഗത്തിൻ്റെ ആർമേച്ചർ, അതാണ് യഥാർത്ഥത്തിൽ കറങ്ങുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു പുള്ളി ഇവിടെ കാണാം. ഓക്കെ, ഈ പുള്ളിയാണ് ബെൽറ്റ് വഴി എൻജിനുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. എൻജിനുമായിട്ടാണ് ഇത് ബന്ധിപ്പിക്കുന്നത്. ഓക്കെ, എൻജിൻ്റെ കറക്കം കൊണ്ട് കറങ്ങുന്ന രീതിയിൽ ഒരു ബെൽറ്റ് പുള്ളിയുമായിട്ട് ഘടിപ്പിച്ച് ആ പുള്ളി കറങ്ങുമ്പോൾ ഈ ആർമേച്ചറും കറങ്ങും. കണ്ടതുകൾ, ആ പുള്ളി കറങ്ങുമ്പോൾ ആർമേച്ചർ കറങ്ങും. ആ പുള്ളിയോട് ചേർന്നിട്ട് ഒരു ഫാന്, ഒരു എക്സ്ട്രാക്ടർ ഫാനൊക്കെ നിങ്ങൾക്ക് കാണാം. അത് ചൂടാവുന്ന സമയത്ത് അതിനൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഒരു മോട്ടോറിനൊക്കെ സൈഡിലായിട്ട് ഒരു ഫാൻ നിങ്ങൾ കാണുന്നില്ലേ, നമ്മൾ പമ്പ് ജെറ്റ് അതുപോലെ സാധനത്തൊക്കെ ചെറിയൊരു ഫാൻ കാണുന്നില്ല, അത് ജസ്റ്റ് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചൂടാവുന്ന സമയത്ത്. അപ്പം അങ്ങനെ ഒരു ആർമേച്ചർ ഉണ്ട് അതിനകത്ത്. ഈ ആർമേച്ചർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ആർമേച്ചറിൻ്റെ ഇവിടെ ഏതാണ്ട് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് കാണാം. കമ്മ്യൂട്ടേറ്റർ അത് ഏതാണ്ട് ഈ ഒരു സാധനമാണ്. ഓക്കെ, ഏകദേശം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം. കമ്മ്യൂട്ടേറ്റർ. അപ്പോൾ ആർമേച്ചറിനെ കറക്കുന്ന ഒരു പുള്ളിയാണ്. പുള്ളിയുടെ ഷാഫ്റ്റുമായിട്ടാണ് ആർമേച്ചർ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ആർമേച്ചർ കറങ്ങുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം പോൾഡ് ഫേസസ് അല്ലെങ്കിൽ ഫീൽഡ് വൈൻഡിങ് എന്നൊക്കെ പറയുന്ന സാധനം ഇവിടെ കാണാം. അതായത് ഇതാണ് ഫീൽഡ് വൈൻഡിങ്. ഇതിൻ്റെ ചുറ്റിലുമായിട്ട്, ആർമേച്ചറിൻ്റെ ചുറ്റിലുമായിട്ട് ഫീൽഡ് വൈൻഡിങ് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി ഉണ്ട്. ആ ഫീൽഡ് വൈൻഡിങ് ആണ് യഥാർത്ഥത്തിൽ കാന്തം എന്ന് പറഞ്ഞാൽ അതിനങ്ങോട്ടേക്ക് കറണ്ട് കൊടുത്തിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, ഒരു കാന്തിക ശക്തി ഉൽപ്പാദിപ്പിച്ചിട്ട് ഒരു കാന്തമാക്കി അതിനെ മാറ്റുന്നു. കാന്തമാക്കി മാറ്റിയതിന് ശേഷമാണ് ആ കാന്തത്തിൻ്റെ ആകർഷണ വലയം ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാവും. ആ ആകർഷണ വലയത്തെ ഭേദിക്കുന്ന രീതിയിൽ ഈ പറയുന്ന ആർമേച്ചർ എന്ന് പറയുന്ന സാധനം കറങ്ങുന്ന സമയത്താണ് ഉണ്ടാവുന്നത്. അതിൽ ഒരു പുതിയ കറണ്ട് ഉണ്ടാവുന്നത്. ഈ ഉണ്ടാകുന്ന കറണ്ടിനെ നമുക്ക് ഈസി ആയിട്ട്, കറങ്ങുന്ന ഒരു സാധനത്തിൽ നിന്ന് കറണ്ടിനെ നമുക്കവിടെ ഒരു വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്ത് എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ ഒരു കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്ന ഒരു സാധനം, ഒരു കാർബൺ ബ്രഷ് എന്ന് പറഞ്ഞാൽ 1-2 കാർബൺ ബ്രഷുകളുടെ സഹായത്തോടു കൂടി ഓരോ തവണയും ഈ കമ്മ്യൂട്ടേറ്ററിൻ്റെ സെഗ്മെൻറ്റ് ഈ കാർബൺ ബ്രഷിനെ തട്ടുമ്പോൾ ആ കാർബൺ ബ്രഷിൽ നിന്ന് നമുക്ക് കറണ്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പ്രാഥമികമായ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പറഞ്ഞത്. ചിലപ്പോൾ ഒരു പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവട്ടില്ല, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വഴി മനസ്സിലാക്കാം. ഓക്കെ, ഒന്ന് ഇതിൻ്റെ പാർട്സുകളാണ് ഞാൻ പറഞ്ഞത്. ഫ്രെയിം, ആർമേച്ചർ, ഫീൽഡ് കോയിൽ ആൻഡ് ദി മെയിൻ പാർട്സ്. ഓക്കെ, ഫ്രെയിം ഉണ്ട്, ആർമേച്ചർ എന്താണെന്ന് മനസ്സിലായി, ഫീൽഡ് കോയിൽ എന്താണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഈ ഫ്രെയിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറമേയുള്ള ആ ഒരു ആവരണം, ഒരു കൂട്, ചട്ടക്കൂട്. ഓക്കെ, ദെൻ കമ്മ്യൂട്ടേറ്റർ കൺസിസ്റ്റ് ഓഫ് എ കോപ്പർ സെഗ്മെൻറ്റ് വിത്ത് മൈക്ക ഇൻസുലേഷൻ. കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്ന സാധനം എന്താണ്, ഇവിടെ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ ആർമേച്ചർ എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾക്ക് കാണാം. ആർമേച്ചറും കമ്മ്യൂട്ടേറ്ററും അതിൻ്റെ കൂടെ ഒരു ഫാനും കൂടി ഉള്ള ഒരു സംവിധാനം നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതാണ് ആർമേച്ചർ, ഇതാണ് കമ്മ്യൂട്ടേറ്റർ.
ഈ ഷാഫ്റ്റിലാണ് ഇത് ഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ഷാഫ്റ്റിൻ്റെ ഒരറ്റത്ത് ഈ ഭാഗത്ത് ഏതാണ്ട് പുള്ളിയാണ്. ആ പുള്ളിയോട് ചേർന്നിട്ട് ഒരു ഫാനും കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാം. എന്തിനാണ്? ആ പുള്ളിയിലാണ് ബെൽറ്റ് വഴി എഞ്ചിൻ്റെ പവർ കൊടുത്തിട്ട് കറക്കുന്നത്. അങ്ങനെ കറങ്ങുന്ന സമയത്ത് ആർമേച്ചർ കറങ്ങുന്നു. ആർമേച്ചർ കറങ്ങുന്ന സമയത്ത് ആർമേച്ചർ ഈ പറയുന്ന കാന്തിക വലയത്തിൽ കിടന്നിട്ടാണ് കറങ്ങുന്നത്. ആ കാന്തിക വലയത്തിൽ കിടന്ന് കറങ്ങുന്നതായതുകൊണ്ട് ആർമേച്ചർ എന്ന് പറയുന്ന കുറേ ചുറ്റുകളുള്ള കോയിലുകളാണ്. ആ കോയിലുകളിൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടും. ആ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കറണ്ട് ആർമേച്ചറിൻ്റെ കോയിൽ എന്തുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്? ഈ കമ്മ്യൂട്ടേറ്ററുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കമ്മ്യൂട്ടേറ്ററിൻ്റെ ഓരോ സെഗ്മെൻറ്റിലും, അതായത് നിങ്ങൾക്ക് അവിടെ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, ആ കമ്മ്യൂട്ടേറ്റർ കുറേ കോപ്പർ സെഗ്മെൻറ്റുകളാണ്. അതിൻ്റെ ഇടയിൽ മൈക്ക ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കോപ്പർ സെഗ്മെൻറ്റുകളിൽ കറണ്ട് എത്തുന്ന സമയത്ത് ഒരു ബ്രഷ് വഴി, ഇപ്പോൾ ഇവിടെ ഞാനൊരു ബ്രഷ് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ബ്രഷാണോ ഏത് കമ്മ്യൂട്ടേറ്ററിൻ്റെ ഏത് സെഗ്മെൻറ്റിലാണോ തട്ടുന്നത് അതിൽ കറണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ബ്രഷിലേക്ക് നമുക്ക് ഇങ്ങോട്ടേക്ക് കറണ്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ആ രീതിയിലാണത് ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെയാണ് പറഞ്ഞത് ആർമേച്ചർ ഹാസ് 2 ടൈപ്സ് ഓഫ് വൈൻഡിങ്. ആർമേച്ചറിന് 2 തരത്തിലുള്ള വൈൻഡിങ് ഉണ്ട്. അത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നോക്കിയാൽ മതി. ആർമേച്ചറിന് 2 തരത്തിലുള്ള വൈൻഡിങ് ഉണ്ട്. ഒന്ന് ലാപ്പ് വൈൻഡിങ്ങും അതുപോലെ തന്നെ വേവ് വൈൻഡിങ്ങും. എന്താണ് ലാപ്പ് വൈൻഡിങ്, വേവ് വൈൻഡിങ്? ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയത്. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞല്ലോ, കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്ന ആർമേച്ചർ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഉള്ളിൽ കുറേ ചുറ്റുകളുണ്ട്. എങ്ങനെ ചുറ്റുന്നു? ഇപ്പോൾ എല്ലാ ചുറ്റുകളിലും കറണ്ട് പോകണം. അതെങ്ങനെ എല്ലാ ചുറ്റുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കറണ്ട് നമുക്ക് പുറത്തേക്ക് എടുക്കണം. അതെങ്ങനെ ചുറ്റുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ലാപ്പ് വൈൻഡിങ് എന്ന് പറഞ്ഞാൽ ലാപ്പ് വൈൻഡിങ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം കമ്മ്യൂട്ടേറ്ററിൻ്റെ ഒരു ഒരു പാരലൽ കണക്ഷൻ പോലെയാണ് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഓരോ സെഗ്മെൻറ്റും എങ്ങനെ കമ്മ്യൂട്ടേറ്ററിൽ എടുക്കുന്നു, ആർമേച്ചറിൻ്റെ ഓരോ വൈൻഡിങ് സെഗ്മെൻറ്റും എങ്ങനെ കമ്മ്യൂട്ടേറ്ററിൽ എടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഡയറക്ഷനാണ്. ഇവിടെ ഏതാണ്ട് അത് ഒരു ചുറ്റ് അടുത്ത ചുറ്റിനോട് പോയിട്ട് പിന്നെ അടുത്ത ചുറ്റ്, അപ്പോൾ ഒരു വേവ് പോലെ തോന്നിക്കുന്ന രീതിയിലാണ് അതിൻ്റെ വൈൻഡിങ്ങുകൾ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ വേവ് വൈൻഡിങ് എന്നും മറ്റതിനെ ലാപ്പ് വൈൻഡിങ് എന്നും പറയാൻ കാരണം. ഓക്കെ, അങ്ങനെ 2 തരത്തിലുള്ള വൈൻഡിങ് ആണ് ഈ ആർമേച്ചറിൻ്റെ ഉള്ളിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അടുത്തത് ഈ പറയുന്ന ഫീൽഡ് കോയിൽ. ഫീൽഡ് കോയിൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെയുള്ള ഈ ഒരു ഭാഗമാണ്. നോക്കുക, ഫീൽഡ് കോയിൽ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ ഒരു ഭാഗമാണ്. അതും കോയിലാണ്. ശ്രദ്ധിക്കുക, അതും കോയിലാണ്. അതിനും എന്ത് വേണം? അത് ഒരു കാന്തിക ശക്തി ഉണ്ടാക്കണം. അപ്പോൾ കുറച്ച് കറണ്ട് അതിന് കൊടുക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഈ ഫീൽഡ് കോയിൽ എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത്? ഇറ്റ്സ് ആർ വൗണ്ട് ആസ് ഷണ്ട് വൈൻഡിങ്. ഷണ്ട് വൈൻഡിങ് ആണ് അവിടെ. ഷണ്ട് വൈൻഡിങ് എന്ന് പറഞ്ഞാൽ പാരലൽ വൈൻഡിങ് ആണ് അവിടെ ഘടിപ്പിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം ആർമേച്ചറിൻ്റെ കണക്ഷൻ ഇങ്ങനെ പുറത്തേക്ക് എടുക്കുന്നു. അത് എന്നിട്ട് ഫീൽഡ് കോയിലിൻ്റെ കണക്ഷനുമായിട്ട് ഘടിപ്പിക്കുന്നു. ഇവിടെ ഫീൽഡ് കോയിലിൻ്റെ കണക്ഷനുമായിട്ട് ഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പാരലൽ വൈൻഡിങ് ആണ്. ആർമേച്ചറിൻ്റെ കണക്ഷൻ ഡയറക്റ്റായിട്ട് ഫീൽഡ് കോയിലുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് അങ്ങനെ പുറത്തേക്ക് എടുക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ചിത്രത്തിനകത്ത് ഇവിടെയായിട്ട് ഈ ഒരു ഫീൽഡ് ടെർമിനൽ, ഇതിൽ നിന്ന് കൊടുക്കുന്ന കറണ്ട് തന്നെ കുറച്ച് ഫീൽഡ് ടെർമിനലിൽ പോയിട്ട് ഇതിനെ പാരലലായിട്ടാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വൈൻഡിങ്ങിന് പാരലലായിട്ട് തന്നെയാണ് ഇത് ഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ചോദ്യം എപ്പോഴും വരും, എന്താണ് ഫീൽഡ് കോയിൽ ഏത് രീതിയിലാണ് അതിൻ്റെ വൈൻഡിങ് ഘടിപ്പിക്കുന്നത്? പാരലൽ വൈൻഡിങ് ആണ് ഫീൽഡ് കോയിൽ. എന്നാൽ ആർമേച്ചറിനാണെങ്കിൽ ഒന്നുകിൽ എന്ത് വൈൻഡിങ് ആണ്? ലാപ്പ് വൈൻഡിങ് ആണ്, അല്ലെങ്കിൽ വേവ് വൈൻഡിങ്. അങ്ങനെ 2 തരത്തിലുള്ള വൈൻഡിങ് രീതികളാണ് ആർമേച്ചറിന് ഉപയോഗിക്കുന്നത്. ഫീൽഡ് കോയിലിനോ ഏത് വൈൻഡിങ് ആണ്? ഷണ്ട് വൈൻഡിങ് അല്ലെങ്കിൽ പാരലൽ വൈൻഡിങ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിലാണ്, അതായത് ഈ ആർമേച്ചറിലാണ് കറണ്ട് ഉണ്ടാവുന്നത്. ആർമേച്ചർ കോയിലാണ് കറണ്ട് ഉണ്ടാവുന്നത്. ആ കോയിലിൻ്റെ കറണ്ട് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്? ഒരു കാർബൺ ബ്രഷ് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നത്. നമുക്കറിയാം കാർബൺ ഒരു സെമി കണ്ടക്ടറാണ്. കാർബണിൻ്റെ കുറച്ചുകൂടി കണ്ടക്ടിവിറ്റി കൂട്ടിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ഉപയോഗിക്കുന്നത്. തേയ്മാനമൊക്കെ സംഭവിക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ആ രീതിയിലുള്ള മെറ്റീരിയൽ ആയതുകൊണ്ടാണ് അതിന് കാർബൺ തന്നെ ഉപയോഗിക്കുന്നത്. സ്പാർക്ക് കുറയുക, അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ അതിനെ ആശ്രയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ കാർബൺ ഉപയോഗിക്കുന്നത്. കാർബൺ ബ്രഷ് വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ ഔട്ട്പുട്ട് പുറത്തേക്ക് എടുക്കുന്നത്. നോക്കൂ, നിങ്ങൾ ഇതിൻ്റെ ഔട്ട്പുട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ എന്ത് കൊടുക്കുന്നുണ്ട്? കുറച്ച് ഇൻപുട്ടായിട്ട് ആർക്ക് കൊടുക്കുന്നുണ്ട്? ഈ പറയുന്ന ഫീൽഡ് വൈൻഡിങ്ങിന് കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? ഫീൽഡ് വൈൻഡിങ്ങിന് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണ് കൊടുക്കുന്നത്? ഫീൽഡ് വൈൻഡിങ് കൂടുതൽ ശക്തിയുള്ള കറണ്ടായി മാറിയെങ്കിൽ മാത്രം, കൂടുതൽ ശക്തിയുള്ള കറണ്ട് അതിന് കൊടുത്തെങ്കിൽ മാത്രമേ അത് വീണ്ടും വീണ്ടും നല്ല തീവ്രതയുള്ള കാന്തമായി മാറുകയുള്ളൂ. അങ്ങനെ കാന്തമായി മാറിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഇടയിൽ മാഗ്നറ്റിക് ഫ്ലക്സുകൾ, നല്ല ശക്തിയുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവുള്ളൂ. അങ്ങനെ നല്ല ശക്തിയുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കറങ്ങുന്ന സമയത്ത് പുതിയ കറണ്ട്, കൂടുതൽ തീവ്രതയുള്ള കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതിനാണ് അവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഈ പറയുന്ന ഇതിൻ്റെ തന്നെ
കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ഈ എന്താ പറയുക, കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ് കറണ്ട് കൊടുത്തിട്ട് ഫീൽഡ് വൈൻഡിങ്ങിന് കൊടുക്കുന്നു. ഇത് ആർമേച്ചറാണ്. ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ അതിന് മുമ്പേ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നിങ്ങളെ. നോക്കൂ, ഇവിടെ എങ്ങനെയാണ് കറണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇതിൻ്റെ ചുറ്റിലും ഇത് ഫീൽഡ് വൈൻഡിങ് ആണ്, ഇത് ഫീൽഡ് വൈൻഡിങ് ആണ്. ഈ ഫീൽഡ് വൈൻഡിങ്ങിൽ കറണ്ട് ഉണ്ടാവുന്നു. കറണ്ട് കൊടുക്കുന്ന സമയത്ത് ഇത് കാന്തമായി മാറുന്നു. അപ്പോൾ ഈ കാന്തിക വലയങ്ങൾ ഇതിൻ്റെ ചുറ്റിലും ഇങ്ങനെ ഉണ്ടാവുന്നു. ആ സമയത്ത് ആ കാന്തിക വലയത്തിൻ്റെ ഇടയിൽ നിന്നാണ് ആർമേച്ചർ കിടന്ന് കറങ്ങുന്നത്. ആർമേച്ചറിൽ പുതിയ കറണ്ട് ഉണ്ടാവുന്നു, അത് പുറത്തേക്ക് എടുക്കുന്നു. ഓക്കെ, ഈ പുറത്തേക്ക് എടുക്കുന്ന കറണ്ട് കുറച്ച് വീണ്ടും ആർക്ക് കൊടുക്കുന്നു? ഈ ഫീൽഡ് വൈൻഡിങ്ങിന് കൊടുക്കുന്നു. ഇപ്പോൾ ഫീൽഡ് വൈൻഡിങ് കൂടുതൽ ശക്തിയുള്ള കാന്തമായി മാറുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം വരും. അങ്ങനെയാണെങ്കിൽ തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ ഫീൽഡ് വൈൻഡിങ്ങിന് ആര് കറണ്ട് കൊടുക്കും? ഫീൽഡ് വൈൻഡിങ് കറണ്ട് കൊടുത്താലേ അത് വൈൻഡിങ് ആണ്, അതൊരു ഇലക്ട്രോ മാഗ്നറ്റാണ്. അതിന് കറണ്ട് കൊടുത്താൽ മാത്രമേ അതെന്താവുള്ളൂ, കാന്തമായി മാറുള്ളൂ. അപ്പോൾ അതിന് സ്റ്റാർട്ടിങ്ങിൽ ആര് കൊടുക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതിനൊരു പേര് പറയും, അതാണ് റെസിജ്വൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. എന്താണ് റെസിജ്വൽ മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ? റെസിജ്വൽ മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഒരു സോളിനോയിഡ് മീൻസ് ഒരു ചെമ്പ് കമ്പിയെ ഒരു അയൺ റോഡിനെ ചെമ്പ് കമ്പികൾ ചുറ്റി ആ ചെമ്പ് കമ്പികളിലൂടെ നമ്മൾ ഒരിക്കൽ ഒരു വൈദ്യുതി കടത്തിവിട്ടാൽ, ഏതെങ്കിലും ഒരു തവണയെങ്കിലും നമ്മളൊരു വൈദ്യുതി കടത്തിവിട്ടാൽ അതിനൊരു കാന്തിക ശക്തി കിട്ടും. ആ കാന്തിക ശക്തി അതിനകത്ത് എന്താ പറയുക, പെർമനൻ്റ് ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്യപ്പെടും. അത് ചെറിയ അളവിലുള്ള കാന്തിക ശക്തിയായിരിക്കും. ആ കാന്തിക ശക്തിയാണ് നമ്മളെന്ത് പറയുന്നത്, റെസിജ്വൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. റെസിജ്വൽ മാഗ്നറ്റിസം യഥാർത്ഥത്തിൽ ഈ റെസിജ്വൽ മാഗ്നറ്റിസം ഉള്ളത് കൊണ്ടാണ് ഒരിക്കൽ എന്താ പറയുക, സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിനൊരു ചെറിയൊരു തീവ്രതയുള്ള ഒരു കാന്തമായിട്ട് മാറുകയും അങ്ങനെ ആ ചെറിയ തീവ്രതയുള്ള കാന്തത്തിൽ നിന്ന് ഈ പറയുന്ന ആർമേച്ചർ കറങ്ങുന്ന സമയത്ത് ആ റെസിജ്വൽ മാഗ്നറ്റിസത്തിനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ചെറിയ EMF ഉണ്ടാക്കുകയും ആ EMF ആർക്ക് കൊടുക്കുകയും ചെയ്യുന്നു? വീണ്ടും ഈ പറയുന്ന ഫീൽഡ് വൈൻഡിങ്ങിന് തന്നെ കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഫീൽഡ് വൈൻഡിങ് വീണ്ടും കുറച്ചും കൂടി ശക്തിയുള്ള കാന്തമായി മാറും. വീണ്ടും അതിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും കറണ്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് വീണ്ടും എന്ത് ചെയ്യുന്നു? ഈ ഫീൽഡ് വൈൻഡിങ്ങിന് കൊടുക്കുന്നു. അങ്ങനെ ഫീൽഡ് വൈൻഡിങ് ഓരോ തവണയും കൂടുതൽ ശക്തിയുള്ള കാന്തമായി മാറുന്നു. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കറക്കത്തിൻ്റെ സ്പീഡിനനുസരിച്ച് കൂടുതൽ ശക്തിയുള്ള തീവ്രതയുള്ള കാന്തമായി ഫീൽഡ് വൈൻഡിങ് മാറുകയും അങ്ങനെ കൂടുതൽ കറണ്ട് ഈ പറയുന്ന ആർമേച്ചർ ഉൽപ്പാദിപ്പിക്കുകയും അത് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പാകത്തിനാവുമ്പോൾ നമുക്കത് പുറത്തേക്ക് എടുക്കാൻ കഴിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ഈ DC ഡയനാമോയുടെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സമയപരിമിതി മൂലം തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ ഓട്ടോമോട്ടീവ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വരും ദിവസങ്ങളിൽ ഉൾപ്പെടുത്തുന്നതാണ്. ചാർജിങ് സിസ്റ്റത്തിന് തന്നെ റെഗുലേറ്റർ സംവിധാനത്തിൻ്റെ വർക്കിങ്ങും അതോടൊപ്പം തന്നെ നമ്മുടെ ഡയനാമോയ്ക്ക് പകരം ഉപയോഗിക്കുന്ന ആൾട്ടർനേറ്ററിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഏറ്റവും എളുപ്പം നിങ്ങളിലേക്ക് എത്താൻ അത് സഹായിക്കുമെന്ന് കരുതുന്നു. താങ്ക് യു.